ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. വെഞ്ഞാറമൂട്ടിലെ ആ ഒരു കൂട്ടക്കൊലപാതകത്തിലെ പ്രതിയായ അഫാൻ്റെ പിതാവ് അബ്ദുൾ റഹീം നാട്ടിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ണിൽ നിന്ന് വരുന്ന ചോരയോടുകൂടിയുള്ള ആ ഒരു കണ്ണീര് കണ്ടിട്ട് വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം ഉറ്റവരുമില്ല, ഉടയവരുമില്ല, എല്ലാവരെയും അവൻ തകർത്ത് കളഞ്ഞു. അതുപോലെ ഒന്നും അറിയാത്ത, അല്ലെങ്കിൽ ജീവിതം എന്താണെന്ന് പോലും അറിയാത്ത ഒരു എന്താ പറയുക, ഒരു പെൺകുട്ടിയെയും അവൻ ഇല്ലാതാക്കിയത് മാത്രമല്ല, അവൻ ആ വീൽ ചെയറിൽ ഇരുന്നിട്ട് ഒരു കൂസലുമില്ല, ഒരു കൂസലുമില്ല. അവൻ ഹാപ്പിയാണ്. അവൻ എന്തോ വലിയ ധീരകൃത്യം ചെയ്ത പോലെ, അല്ലെങ്കിൽ വലിയൊരു കാര്യം ചെയ്ത പോലെയാണ് അവൻ ആ ഒരു വീൽ ചെയറിൽ ഇരിക്കുന്നത്. എല്ലാവർക്കും കടബാധ്യത വരും, പ്രശ്നങ്ങൾ വരും. അന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരെ കൊല്ലുകയാണോ ഇതിന് സൊല്യൂഷൻ? അവനവൻ പോയി തൂങ്ങിച്ചാവുക, അല്ലെങ്കിൽ അവനവൻ എന്തെങ്കിലും ചെയ്യും. അല്ലാണ്ട് മറ്റുള്ളവരെ കൊല്ലെടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇതൊക്കെ ഈ ലഹരി എന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിൽ അടങ്ങിയിരിക്കുകയാണ് ഈ ജീവിതം മുഴുവനും. എന്തായാലും ആ ഉപ്പാൻ്റെ കണ്ണീരിന് ആര് സമാധാനം പറയും? എന്ത് പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കും? ഒന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ശാന്തമാക്കുകയല്ലാതെ വേറൊരു നിവർത്തിയുമില്ല. സത്യമല്ലേ ഞാൻ പറയുന്നത്? എങ്ങനെയാണ് 7 വർഷം കടബാധിതനായ അദ്ദേഹത്തിന് ഒരു നോക്ക് പോലും തൻ്റെ മക്കളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം നാട്ടിലേക്ക് വരാൻ ഒരുങ്ങിയ സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഈ കടം കാരണം അവിടെ നിന്ന് വരാനോ അല്ലെങ്കിൽ ഇവരെ ഒന്ന് അടുത്തിരിക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അതിനൊരു അവസരം കിട്ടിയ, നാട്ടിലേക്ക് വരാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അവരെ കാത്തിരിക്കാൻ ആരുമില്ലാതായിപ്പോയി അല്ലേ? മൂത്ത മകൻ ചെയ്ത പ്രവൃത്തിയിൽ തനിക്ക് നഷ്ടമായതൊരു കുടുംബം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യ, കുഞ്ഞു മകൻ, അതുപോലെ സഹോദരി, സഹോദരൻ, അതുപോലെ ഉമ്മ, എല്ലാം നഷ്ടപ്പെട്ടു അവർക്ക്. ഇനി എന്തിനാണ് കാശും പണവും അല്ലേ? കാശ് കൊടുത്താൽ കിട്ടാത്തതൊന്നാണ് ഈ ബന്ധം. ആ ബന്ധങ്ങളെയൊക്കെ രക്തത്തിൽ കുളിപ്പിച്ചുകൊണ്ടാണ് അഫാൻ അവരെ യാത്രയാക്കിയത്. എന്തായാലും അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ ഈ ഉപ്പാക്ക് ഒരിക്കലും മനക്കരുത്ത് കിട്ടില്ല. ആ ഉപ്പ കരയുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, ചങ്ക് പൊട്ടിയിട്ട് ആ കരയുന്ന ആ ഒരു കാഴ്ച ഇനി കാണാൻ സത്യം പറഞ്ഞാൽ വയ്യ. എന്തായാലും അഫാന് തക്ക ശിക്ഷ തന്നെ കൊടുക്കണം. ഒരിക്കലും രക്ഷപ്പെടരുത് എന്നതാണ് എന്നെ പോലെയുള്ള ആളുകളൊക്കെ പറയുക. പക്ഷേ എന്നെ പോലെയുള്ള അമ്മയായ ആ അഫാൻ്റെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മ പറയണേ, എങ്ങനെയാണ് ഉമ്മ, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറയാ, ഞാൻ കട്ടിൽ നിന്ന് താഴെ വീണിട്ട് എൻ്റെ തല പൊട്ടിയതാണെന്ന്. അപ്പോൾ പെറ്റ വയർ ഒറ്റിയില്ല. മനസ്സിലായോ അഫാനെ? പെറ്റ വയർ ഒറ്റിയില്ല. പക്ഷെ നീ